ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോയ വഴിക്ക് പോയാലോ ടേസ്റ്റ് നമ്മളെ കാണാതെ. അപ്പോൾ കുറച്ച് ഓർഡറും തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഓർഡറെല്ലാം ഒരുമാതിരി കൊടുത്ത് വിട്ടതിന് ശേഷം ഞാനപ്പുറം പോയിന്. അപ്പോൾ എല്ലാ രേഷ്മ ക്ലീൻ ആക്കുന്നുണ്ട്, ക്ലീനിങ്ങിലുണ്ട്. ഞാൻ ബാബി ഉമ്മ എല്ലാവരും ഉണ്ടായി. ഓരെല്ലാം ഇത് കൊടുത്തിട്ട് അതിന് ശേഷം പോയി. നമ്മളുള്ളിൽ പോയിട്ട് പിന്നെ റെസ്റ്റ് എടുക്കുന്ന വിസിയാക്കുന്ന എന്തെങ്കിലും ആക്കുമ്പോഴേക്ക് ഓരോടെ എല്ലാം ക്ലീൻ ആക്കും ചേച്ചിമാർ. അങ്ങനത്തെ പിന്നെ പൈനാപ്പിൾ സൂഫ്ല ഉണ്ടായിരുന്നു കൊടുക്കാൻ. ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. പൈനാപ്പിൾ സൂഫിലേക്കല്ലേ, പൈനാപ്പിൾ ഫസ്റ്റ് മുറിച്ചിട്ട് കട്ടാക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേവിക്കുക. ഫ്രൈ പാനിലിട്ടിട്ട് ഇങ്ങനെ കുക്കറിലിട്ടങ്ങാവും, ഫ്രൈ പാനിലിട്ടങ്ങാവും. ഞാൻ ഇപ്പോൾ ഫ്രൈ പാനിലിട്ടത് നല്ല പാനിൽ വേവിച്ചിട്ട് ഉടച്ചിട്ട് എടുത്തതിന് ശേഷം ഇല്ലതാ ഒരു ബൗളെടുക്കുക. അതിലേക്ക് കുറച്ച് പാൽ കൂട്ടി കൊടുക്കുക, ഫ്രഷ് ക്രീം, പിന്നെ ഫിയോന ക്രീം, മിൽക്ക് മെയ്ഡ്, പിന്നെ ചൈന ഗ്രാസ് ഇല്ലേ, കുറച്ച് മെൽട്ടാക്കിയിട്ട് ചൈന ഗ്രാസ് 1 2 എത്ര വേണം കൂടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്. പിന്നെ ഞാനത് ആ ജെല്ല് ഉണ്ടാക്കിന്, പൈനാപ്പിളിൻ്റെ ജെല്ല്. അത് ഉണ്ടാക്കിയത് എങ്ങനെയില്ലെങ്കിൽ നമ്മളെ പൈനാപ്പിൾ ജെല്ല് മേങ്ങാൻ കിട്ടുന്നു. പക്ഷെ ഞാനതല്ല, മറ്റേ പൈനാപ്പിൾ വേവിച്ച് തന്നെ വെള്ളം കിട്ടും. ആ വെള്ളത്തിലേക്ക് ചൈന ഗ്രാസ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതവിടെ സെറ്റായിട്ട് അതിന് ശേഷം നമുക്കെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം പൊടി ഈ ജെല്ലിനും പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ബദാം ഒന്ന് ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ക്യാഷ്യൂ ഉണ്ടെങ്കിൽ ക്യാഷ്യൂ എന്ത് വേണം ഇടാം. എന്തിട്ട് എത്ര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ പുഡിങ് സൂപ്പിലെ ഫ്രഷ് ക്രീം, ഫിയോന ക്രീം, പാല്, മിൽക്ക് മെയ്ഡ്, പിന്നെ ചൈന ഗ്രാസ് മെൽട്ടാക്കിയിട്ട് അതും കൂട്ടി കൊടുക്കുക. എന്നിട്ടായിട്ട് പൈനാപ്പിൾ വേവിച്ചതില്ലേ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് നമ്മളെ പിന്നെ ജെല്ലി ഇല്ലേ, പൈനാപ്പിൾ ജെല്ലി ലാസ്റ്റ് ജെല്ലി പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ബദാം ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ആക്കിയിട്ട് വെച്ചെങ്കിൽ എല്ലാം ഇട്ടെത്ര സാധനം ഇട്ടെത്ര ടേസ്റ്റുള്ള സംഭവമാണ് ഈ പുഡിങ് സൂഫ്ലെ ഇങ്ങനത്തെ എല്ലാം. പിന്നെ ബട്ടർ പുഡിങ്ങും ഉണ്ടായിന്. അങ്ങനെ ഒരു സൈഡ് ബട്ടർ പുഡിങ് റെഡിയാക്കുന്നുണ്ട്, മറ്റേ സൂഫ്ലേനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റീന്. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം ഇവിടുത്തെ ക്ലാസ് ഈ മഴ വരുമ്പോൾ ഒരു ഫംഗസ് പിടിച്ച പോലത്തെ അങ്ങനെ ഇങ്ങനെ ഒരു എന്തുപോലെ. അപ്പോൾ അതിന് ഞാൻ മിന്നിനോട് ചെല്ലിട്ടില്ലേ, അവള് പുറത്തുനിന്ന് വെള്ളം കൂട്ടിയിട്ടും ഉള്ളിന്ന് വെള്ളം കൂട്ടിയിട്ടെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഇത് സാലഡിലേക്ക് റഷ്യൻ സാലഡ് വേണമെന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിലേക്ക് എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക. ഉള്ളി, തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെന്താ അനാറ്, പിന്നെ കറുത്ത മുന്തിരിയില്ലേ അത് എല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വിനെഗറിയും കുറച്ച് പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് മിക്സാക്കാം. വേണമെങ്കിൽ അതിലേക്ക് മയോണസ് കൂട്ടാം. ഞങ്ങൾക്ക് അതൊരു യാതൊരാവിലെ ലയിക്കാന്നില്ല, അതുകൊണ്ട് ഞാൻ മയോണസ് കൂട്ടി കൊടുത്തിട്ടില്ല ഓർഡറിൻ്റെ ആൾക്ക്. ഓക്കെ, അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇനി ഞാൻ എന്താ അറിയോ, ബട്ടർ ചിക്കൻ്റെ റെസിപ്പി വേണം. അതിൻ്റെ ഇടയിൽ എന്നെ ബേബിയെ ഞാൻ ചെല്ലിക്കൊണ്ട് പോകുന്നതാണ്. അതിന് വേണ്ടി ഞാൻ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിന്, സാധാ കബാബ് പൗഡർ ഇട്ടിട്ട് അതിനെ ഫ്രൈ ആക്കിയിട്ട് എടുത്തതിന് ശേഷം അതേ ഓയിൽ, ഫ്രൈ ആക്കിയ ഓയിൽ തന്നെ ഉള്ളിയും തക്കാളിയും നല്ല ലൈഫ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഗോൾഡൻ കളറിൽ. അപ്പോഴേക്ക് ഞാനത് ആ കാഷ്യൂവും ഫ്രഷ് ക്രീമും മാറ്റി വെച്ചിട്ടുണ്ട്. കാഷ്യൂ വെള്ളത്തിലിട്ട് ഫ്രഷ് ക്രീം വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഈ ടൈമിൽ നമുക്ക് ഇതിലെല്ലാം പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾ, ചിക്കൻ മസാല, ജീരകപ്പൊടി, പിന്നെ നമ്മളെ കയ്യിലെന്തുണ്ട് ആ എല്ലാ പൊടിയും ഇടാം. ചിക്കൻ മസാലയും പിന്നെ കസൂരി മേത്തി മെയിനാണ്. അതെന്തായെങ്കിലും വേണോ ബട്ടർ പുഡിങ് അല്ല ബട്ടർ ചിക്കന്. അത് അതിലൊരു ഫ്ലേവർ എനിക്ക് വേണം. അങ്ങനെ നമ്മളെ കസൂരി മേത്തി ഇല്ലേ, കസൂരി മേത്തി ഇട്ടിട്ടില്ല നല്ല പാങ്ങല മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഞാൻ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിന്. മാഗി ക്യൂബ് ഇട്ടിട്ട് പിന്നെ ഉപ്പ് ഇടണ്ട, നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഇട്ടുന്നല്ലോ ഒരു ഓവറായി ഉണ്ടാകും. ഉപ്പ് നോക്കിയിട്ട് ചെക്കാക്കിയിട്ട് ഇടാം. അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ സോക്കാക്കിയിട്ട് വെച്ച കാഷ്യൂല്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് മിക്സിയിൽ നല്ല പാങ്ങല ഫൈനായിട്ട് അരച്ചുകൊണ്ടിരാം. അരച്ചിട്ട് കൊടുത്തതിന് ശേഷം കൂട്ടുമ്പോൾ ചെറിയ തീയാക്കണില്ല, അതിങ്ങനെ തെറുക്കി പറഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം കൂട്ടാം. എന്തെങ്കിലും പയ്യാകുമ്പോൾ തിക്കാന്ന് ബാക്കിയുള്ള സെറ്റപ്പെല്ലാം ഇടുമ്പോൾ സാധനമെല്ലാം ഇടുമ്പോൾ. അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വെച്ച ചിക്കൻ ഫ്രൈ ആക്കുന്നത് അങ്ങനെ എന്ത് പണിയില്ല. ഉപ്പും മറ്റേ നമ്മളെ കബാബ് പൗഡർ ഇല്ലേ, മസാല മിക്സെല്ലാം ഇപ്പോൾ കിട്ടുന്നില്ലേ, ഫ്രൈൻ്റെ മിക്സെല്ലാം ഞാൻ ആ പാക്കറ്റാണ് തോന്നിട്ടത്. അത് ഉപ്പ് ഇതിട്ടിട്ട് മിക്സാക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ്. അത് ആ ഫ്രൈനേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും പങ്കല കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് തിളക്കട്ടെ. എന്തായാലും ബന്ധ ചിക്കൻ തന്നെയല്ലേ ഫ്രൈ ആക്കുമ്പോൾ. അപ്പോൾ ഈ ടൈമിൽ ഉപ്പെല്ലാം ചെക്കാക്കി നോക്കുക, കുറവുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. ഉപ്പ് എന്തായാലും കൂടുതൽ ഇട്ടിട്ടുണ്ടാകും, കുറഞ്ഞെങ്കിൽ നമ്മൾ 2 ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കൂടിയെങ്കിൽ പിന്നെ എന്താക്കിയാൽ അങ്ങനെ
ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം കുറച്ച് കൂടുതൽ തന്നെ ഇടാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ ബട്ടർ ചിക്കന് നല്ല ടേസ്റ്റോടെ വെച്ചെങ്കിൽ അങ്ങനെ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കസൂരി മേത്തി വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് ലാസ്റ്റാണ് ഞാൻ ബട്ടർ ഇടുന്നത്. പിന്നെ ഒരാൾ ബട്ടറിൽ തന്നെ ഉള്ളിയെല്ലാം ഫ്രൈ ആക്കുന്നത്, അങ്ങനെ നോക്കാമല്ലോ. ലാസ്റ്റ് ബട്ടർ ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അത് ചിക്കൻ കറി ബട്ടർ ചിക്കൻ നല്ല ഭാഗം തിളച്ചിട്ട് വരുന്നുണ്ട്. ഈ ടൈമിൽ ഒരു 10 മിനിറ്റ് തിളക്കിട്ട് ചെറുങ്ങനെ. എന്നിട്ട് നമുക്ക് എല്ലാം ഗ്യാസ് ഓഫാക്കുക, മാറ്റിവെക്കാം. ഓക്കെ, നല്ല ടേസ്റ്റാണ്. പൊറോട്ട, ചപ്പാത്തി, പത്തില്, നെയ്പ്പത്തില്, പൂരി, എന്ത് ബട്ടൂര എന്തിൻ്റെയൊക്കെ കഴിക്കാനും ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയാൽ മാത്രം, വീഡിയോ നോക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കിയിട്ട് നോക്കണം. ഓക്കെ, എന്നിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ഇടണം. എന്നിട്ട് ഇപ്പോൾ ഓർഡർ തന്നെയാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. പിന്നെ മട്ടൺ സ്റ്റൂ ഉണ്ടായിന്, പിന്നെ എന്തുണ്ടായിന്, സൂപ്പ് ഉണ്ടായിന്, ബട്ടൂര ഉണ്ടായത്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടായിന്. അപ്പോൾ ഒരു ഭാഗത്തെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഞാനിവിടെ റെഡിയാക്കി കൊടുക്കുമ്പോൾ പിന്നെ ഭാബി ചേച്ചിയെല്ലാം ഉള്ളിയും കട്ടാക്കിയിട്ട് കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. ഒരാൾ പാത്രം കവുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഓരോരിടത്ത് നിൽക്കുമ്പോൾ നമുക്ക് പണിയെല്ലാം എളുപ്പമാകുന്നില്ലേ. അങ്ങനെ അതിന് ശേഷമില്ല അവർക്ക് പുഡിങ്ങും ഉണ്ടായിന്. അതെല്ലാം സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ പകുതി വെച്ചിട്ടുണ്ട്, പകുതി പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ 2-3 ദിവസത്തിനുള്ള ശേഷമുള്ള വീഡിയോ എന്നറിയാം. 3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ. അപ്പോൾ ചോക്ലേറ്റ് പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇൻസ്റ്റയിൽ ഇടണമെന്ന് ചോദിച്ചിട്ട് കുറേ കമൻറ്റ് ഇടണേ, റെസിപ്പി വേണമെങ്കിൽ. ഇൻഷാല്ലാ ഞാൻ ഇടാം. അത് ചോക്ലേറ്റ് തീർന്നില്ല, ഞാൻ കൊടുത്തിട്ട് കാണാം. അപ്പോഴേക്ക് നിങ്ങൾക്ക് ഞാൻ റെസിപ്പി കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റ്, അല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റ്. ഇൻഷാല്ലാ ഞാൻ ഫ്രീ കിട്ടുമ്പോൾ ഇട്ടുതരാം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമില്ല നമ്മളെ ആങ്ങളെ ഉംറക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പെരക്ക് പോകാണ്ടായി. അങ്ങനെ എല്ലാം സെറ്റായിട്ട് എല്ലാവരെയും മക്കളെയും മാപ്പിളെയും എല്ലാം ഒരുക്കിയിട്ട് കിച്ചന് ശേഷമില്ലേ നമ്മൾ നേരെ വിട്ടു മൊഗ്രാൽക്ക്. അപ്പോൾ ഉംറക്ക് പോകുന്ന അതേ ദിവസം ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. ഏട്ടത്തി നല്ല അടിപൊളി ബ്രൗണി ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. നല്ല ബ്രൗണി എല്ലാം ആക്കുന്നിപ്പോൾ ലാമിസ് കിച്ചൺ എന്നാണ് നമ്മളെ ഇൻസ്റ്റാൻ്റെ പേര്. ഇപ്പോൾ തുടങ്ങിയ സ്റ്റാർട്ടിങ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി. അങ്ങനെ എല്ലാവർക്കും ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടായിട്ട് അങ്ങനെ ഇതിലവർക്ക് തുറന്ന മാത്രം ഓർമ്മ ഉണ്ട്. അപ്പന്നെ തീർന്നില്ല. അപ്പോൾ അവർക്ക് പോയിട്ടാകുമ്പോൾ അങ്ങനെ ഞങ്ങളെ പോകുന്നതിൽ എല്ലാവരും വന്നിട്ടുണ്ട്. മാഷാള്ള കുഞ്ഞുമാമാറും നമ്മളപ്പമാറും മാമാറും എല്ലാവരും നമ്മളെ ഫാമിലിയിലുള്ള അടുത്തടുത്ത് എല്ലാവരും വന്നിരുന്നു. നല്ല മത്സരമുണ്ടായി. ഒരു പോകുന്നതിൻ്റെ ഒരു ബേജാറല്ല, അത് മറ്റേ ചിലക്ക് നല്ല മജയുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കലായി. പിന്നെ കുറേ ആൾ എല്ലാ ഫുഡ് സെറ്റപ്പെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ബട്ടൂര ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയത്. പുഡിങ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകാൻ നല്ല പാടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഓരോന്നോരോന്നും ഉണ്ടാക്കിയിട്ടില്ലേ, എല്ലാവരും കൊടുന്നതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അത് തിന്നുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂ പറയുമ്പോൾ ഇപ്പോൾ ഇതെൻ്റെ ചെറിയ പറഞ്ഞ നമ്മൾ പേരെന്നെ വിളിക്കും ബദ്രൂന്ന് റിവ്യൂ പറയുന്നുണ്ട്. ബട്ടൂര നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ബട്ടൂര എന്നല്ലോ. അങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മൾ ചുറ്റിരുന്നിട്ട് അളപ്പൻ്റെ മോളും നമ്മളേട്ടത്തീനത്തിമാറും അപ്പന്മാരും എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. രാത്രി അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് പോയി. പിന്നെ ലാസ്റ്റ് നമ്മാണ് കഴിക്കുന്നത്. അമ്മല്ലേ അടിപ്പാടിപ്പാടിയിട്ട് കഴിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവന് പോവാൻ തുടങ്ങുമ്പോൾ ഉമ്മാക്കെല്ലാം ഒരു യാസീനെല്ലാം ഓതിയിട്ടില്ലേ. അപ്പോൾ ഭയങ്കര ബേജാറായിപ്പോയി ആക്കിക്കുന്ന ടൈമിൽ. 15 ദിവസം തന്നെ. എന്നാലും ആ പോയിട്ട് വരുമ്പോഴേക്കല്ല ഞങ്ങൾ അന്ന് പോയതും മസ്രൂൻ്റെ കഴിയാതായ ടൈം അതെല്ലാം ഓർമ്മ വന്ന് ഞങ്ങൾ എല്ലാവർക്കും. അങ്ങനെ ചെറിയ എല്ലാ പിള്ളമാർക്കെല്ലാം ഇങ്ങനെ ചില്ലറ കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു സന്തോഷം പോകുന്നതിൻ്റെ ഇടയിൽ. അങ്ങനെ മാഷാല്ലാ ഞങ്ങളെ കീന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായി അവനെ വിടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക്. അങ്ങനെ ഫെറാനൻ്റെ ഫാമിലി, ഓളെ ഉമ്മ, ഏട്ടത്തിമാരും ആങ്ങളമാരും എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ഉണ്ട്, കുഞ്ഞുമാന്മാരും നമ്മളും അളപ്പന്മാരും എല്ലാവർക്കും അവന് കൊടുക്കുന്നുണ്ട് മാഷാല്ലാ. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടായിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോയി. ഓന് അവിടെ കുറേ കാർഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് കൈമാറി. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയതിനു ശേഷം പിന്നെ നമ്മൾ തിരിച്ചിട്ട് വന്നങ്ങോട്ടുന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് അതിനവന് പോയത്. അത് നല്ല വിറ്റുണ്ട് ബസ്സിലേ. അവന് പോരേന്ന് ഇറങ്ങുമ്പോൾ ബസ് എല്ലാവരും പ്ലാൻ ആക്കിനെ വേണ്ട എല്ലാവരും പോണ്ട, പിള്ളേർ മാത്രം പോട്ട് ആണുപിള്ളർ ഓരോ തന്നെ കൊണ്ടാക്കുവാനായിരുന്നു. ബയ്യോ ഒരാളെ കഴിഞ്ഞ് പിന്നെ ഒരാളെ കഴിഞ്ഞ് ബയ്യോ അതൊക്കെ. പക്ഷേ അതെല്ലാം 6 ആളെ കൊണ്ടാക്കാൻ പോയിന്ന് പറഞ്ഞാൽ. പിന്നെ എന്നിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നില്ല പോകുന്നില്ല ബയ്യ എല്ലാവരും പോയി. അങ്ങനെ പോയിട്ട് താഴത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവിടെല്ലാം ഇങ്ങനെ ഉമ്രക്ക് പോകുമ്പോൾ ആയിരുന്നിട്ടും ഇതാക്കിയിട്ടല്ലേ പോകുന്നത്. അതെല്ലാം കൈയോളം ഞാൻ മഴ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് പോയതിന് ശേഷം നമ്മൾ വന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 12 മണി ആ ഒരു ടൈം അതിന് അവിടെ എത്തുമ്പോൾ ഒരു 3 മണി 2 മണി എന്തായി നമ്മൾ ബൈലോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ടൊന്ന് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കണ്ടേ. അങ്ങനെ നമ്മൾ തലപ്പാടിയിൽ നിന്ന് ജസ്റ്റ് 2-3 മെയിൻ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഷെയർ ആക്കിയിട്ട് എടുത്തതാണ്. കുലുക്കി പിന്നെ മോമോസ് അങ്ങനത്തെ ഐറ്റം.
അങ്ങനെ ഓരോന്ന് നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് എല്ലാവർക്കും ഉറക്കി വരുന്നതായിട്ട് നോക്കുമ്പോൾക്ക് കാണുമ്പോൾ ഓരോന്നോരോന്ന് ഓർഡർ ആക്കിയിട്ടില്ലേ. അങ്ങനെ എല്ലാം അല്ല, ഇങ്ങനെ 1-2 ഐറ്റം ഓർഡർ ആക്കി അങ്ങനെ നമ്മൾ എല്ലാവരും ഷെയർ ആക്കിയിട്ട് കഴിച്ചതാണ്. പിന്നെ ഫറാൻ്റെ ഉമ്മ ഉണ്ടായി പോർച്ചത്. ഞാൻ ഈ ടൈമിന് ഇതൊന്നും കഴിക്കലില്ല 2 മണിക്ക്. ടൈം ഇപ്പോൾ ഏകദേശം 2 മണിയാ 3 മണി അങ്ങനെ എന്തോ അങ്ങനെ എന്തെല്ലാം ഒരു പഠിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മൾ കഥ പറഞ്ഞുകൊണ്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ. ഇതെപ്പോൾ അറിയോ, പിറ്റേ ദിവസം നമ്മളെ മാമാനോട് പോയിട്ടുണ്ടായി, റെസ്റ്റോറൻറ്റ് മാമാനോട്. കുറേ ആയി നമ്മൾ ഇപ്പോൾ പോവാതെ, സുഖമില്ലാതായി. പിന്നെ ഇങ്ങനെ കുറവായിന് പോകുന്നത് മുമ്പെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകലാന്ന്. അങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും ചിലരുണ്ട് വിളിക്കാതെ വന്നിട്ടുണ്ടാകും, വിളിക്കുക അമ്മ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ എടുക്കലുണ്ട്. അപ്പോൾ ഓർഡറെല്ലാം ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാകുന്നില്ല. അങ്ങനെ നമ്മൾ പോയി ചെല്ലിയിട്ട് അമ്മമ്മായി മാഷാ അല്ലാ എന്തെല്ലോ ഉണ്ടാക്കിയിട്ട് വെച്ചിന്. അമ്മയ്ക്ക് അങ്ങനെയാണ് ആരെങ്കിലും മെൻസന്മാർ ആന്നേന്നോ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഭയങ്കര ഇഷ്ടം. മാഷാ അല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിന്. നെയ്ച്ചോറ്, ബീഫ് കറി, മട്ടൻ കറി, ചിക്കൻ ഫ്രൈ, പായസം, എന്ത് ചോദിക്കണ്ട, മീൻ കറി, മീൻ ഫ്രൈയും പിന്നെ പച്ചക്കറിയും എല്ലാം ഉണ്ടായിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ബേച്ചിരുന്നിട്ട് അമ്മ പോയിലോട്ട് ചൂട് കായ് കാച്ചതും ചായ റെഡിയാക്കുന്നത് എങ്ങനെ വേണ്ടാന്നില്ലെങ്കിൽ അമ്മ അത് കേക്കേയില്ല. മാഷാ അല്ലാ അത് അമ്മേൻ്റെ ഒരു കഴിവ് തന്നെ. മാഷാ അല്ലാ മാഷാ അല്ലാ നല്ല സ്ട്രോങ്ങിൽ ചായയും കായ് ഫ്രൈ എല്ലാം എടുത്തിട്ട് കുടിച്ചിട്ട് ആയതിന് ശേഷം ഇല്ലേ പിന്നെ ഞാൻ അപ്പുറത്ത് മാമാൻ്റെ ആടെല്ലാം ചുറ്റുപാട് ഇങ്ങനെ പോരെയാണ് നമ്മളെ മുഗ്രാലങ്ങൾക്ക് തന്നെ. മുഗ്രാല തന്നെ മാമാൻ്റെ പേര് മണ്ണാന്തങ്കടവ്. അപ്പോൾ അവിടെ പോയി നമ്മൾ അപ്പുറത്ത് പോകും. അങ്ങനെ പിന്നെ ഒരു അളമ്മൻ്റെ മരികളെടുക്ക് പോയിട്ട് നമുക്കില്ലേ എന്ത് വേണ്ട എൻ്റെ ഉള്ള ചക്ക മുറിച്ചത്, ചക്കൻ്റെ ഉള്ള വെറും ഒരു പീസ്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ചിരിച്ചിട്ട് ആടെ പോയെങ്കിൽ ടൈം പോകുമെന്നറിയില്ല. മുമ്പേകോ എല്ലാവരും ഒന്നിച്ചിട്ട് പോകും അടുക്ക്. അനിയൻ്റെ ഓളും ബാബിയും ഞാനും മാണ്ടറെല്ലാം രാവിലെ പോയെങ്കിൽ രാത്രി വരും. ഓരോ അങ്ങനെ ഇടയ്ക്ക് വരുന്നെങ്കിൽ രാവിലെ വന്നെങ്കിൽ രാത്രിയോളം കൊണ്ടിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടായിട്ട് രാത്രിയാകുമ്പോൾ പോലാന്ന് എന്തോ ഒരു അങ്ങനെ അത് നമുക്ക് ടൈം പോകുന്നറിയുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഇല്ലേ പിന്നെ നമുക്ക് കുറച്ച് ഓർഡറെല്ലാം ഉണ്ടായി. പിന്നെ ഇതെല്ലാം ഒരു ദിവസത്തെ വീഡിയോ അല്ല, കുറേ സ്ഥലം വീഡിയോ ഇടാതെ ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ച് എൻ്റെ ഓരോരോ ക്ലിപ്പാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു ദിവസം എന്തെല്ലാം ഉണ്ടാക്കുന്നു, എന്ത് സ്പീഡിലുണ്ടാക്കുന്നു അങ്ങനെ എന്തെങ്കിലും വിചാരിക്കണ്ട. ഇത് കുറേ ദിവസത്തെ വീഡിയോ തന്നെ. ഇതിൽ കട്ടാക്കിയിട്ട് പിന്നെ കുറച്ച് വീഡിയോ ഫാസ്റ്റ് ആക്കിയിട്ട് 2-ലിട്ടിട്ട് 1.5-ലിട്ടിട്ട് എല്ലാം നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് കുറച്ച് പത്തലും ചപ്പാത്തിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി ഒരു വൈകുന്നേരം. അങ്ങനെ അത് റെഡിയാക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇല്ലേ പിന്നെ ഞാൻ അപ്പുറത്ത് പോയി. പിന്നെ നമസ്കാരമൊത്തും കാര്യങ്ങളെല്ലാം മകരിപ്പിൻ്റെ ആ ഒരു ടൈമായി. അതെല്ലാം അതിന് ശേഷം പിന്നെ രാത്രിയാണ് കിച്ചണിലോട്ട് വരുന്നത്. ഏകദേശം ഒരു 9 മണി ആ ഒരു ടൈമായിട്ടുണ്ടാവും. നല്ല ഫ്രഷ് മീൻ കൊടുത്തിട്ടുണ്ടായിച്ച. അപ്പോൾ ഇത് മത്തിയല്ലേ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ഇത് പോയി. അതുകൊണ്ട് ഫ്രഷ് തന്നെ നസ്രുക്ക് ഭയങ്കര ഇഷ്ടം മത്തി. അങ്ങനെ ഫ്രഷോടെ തന്നെ ഒരു മുളകിട്ട കറിയെക്കാലിട്ടില്ലേ. അങ്ങനെ ഞാനിതാ ബിംബിയും കത്രിയിൽ തന്നെ മുറിച്ചെടുക്കുന്നത്. നല്ല മുട്ടയുണ്ട് ഈ ടൈമിൽ മത്തിക്ക്. അങ്ങനെ മുട്ടനെ വേറെ മത്തീനെ വേറെ എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. എൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. മത്തീൻ്റെ റെസിപ്പി ഒരുമാതിരി എല്ലാവർക്കും അറിയാം, കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും എടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇതിൽ ഞാനില്ലേ 3-4 റെസിപ്പി കാണിച്ചിന് ഈ വീഡിയോയിൽ. പിന്നെ ഇനി ഒഗറിൻ്റെ ഉണ്ട് എൻ്റെ റെസിപ്പി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അപ്പം മത്തീൻ്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. മുളക്, പുളി, കറിവേപ്പ്, ഉള്ളി, തക്കാളി എന്തെല്ലാം സാധനമുണ്ട് എല്ലാം ഇട്ടിട്ട് നല്ല പങ്കല കൈ വെച്ച് വെക്കണം. ഉപ്പിട്ടിട്ട് എന്നിട്ട് നല്ല തിളക്കുന്ന വെള്ളം കൂട്ടിയിട്ട് മീൻ ഇട്ടിട്ട് വെക്കാം. എന്നിട്ട് നല്ല പങ്കല തിളക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പും തേങ്ങ ഒഴിച്ചിട്ട് വീണ്ടും ഒരു ദിവസം തിളക്കുമ്പോൾ തന്നെ മത്തി വന്നിട്ടായില്ലേ. അങ്ങനത്തെ അതെല്ലാം റെഡിയായി. പിന്നെ മത്തീൻ്റെ മുട്ട ഉണ്ടായിരുന്നു. ഉറക്കിടെ മത്തിക്ക് മുട്ടക്ക് വേറെ എന്തൊന്നും ഇഷ്ടമില്ല, വെറും ഉപ്പും ഓയിലിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് മാത്രം. അങ്ങനെ അതും ഇതും ചപ്പാത്തിയും ഓർഡർ ഉണ്ടായിരുന്നു. ചപ്പാത്തിയും പത്തലെല്ലാം ബാക്കിയുണ്ടായി. അതെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം പിന്നെ നമുക്ക് എഴുന്നിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഇത് പിറ്റേത്തെ വീഡിയോ അല്ല 2 ദിവസം കഴിഞ്ഞിട്ടായതിനു ശേഷം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നല്ല സ്ട്രോങ്ങിലൊരു കോഫി കുടിച്ച് ഞാൻ ഇപ്പം അധികം ചായ കുടിക്കലില്ല, ഒരു കുറവന്നെ എപ്പോഴും ഒരു ഓർമ്മ കുടിക്കുക. അങ്ങനെ കോഫിയെല്ലാം കുടിച്ചതിന് ശേഷം ഇല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്കില്ലേ ഒഗറിന് കൊണ്ട് എൻ്റെ റെസിപ്പി കാണിക്കാം. ഈ റെസിപ്പി ഞാൻ എൻ്റെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായത് തന്നെ കിച്ചൺ തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബിൽ. അപ്പോൾ അതാ ഞാൻ 2 കൊണ്ട പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 പൊടി ചോറ്, അതിന് കണക്കൊന്നുമില്ല, ഒരു മാതിരി എടുക്കുക. നല്ല കൂടുതൽ തേങ്ങ എടുത്തിന്, ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിന്. വെറുതെ ഇങ്ങനെ ഒരു ക്രഷായാൽ മതി, ജസ്റ്റ് 2 വട്ടം ക്രിക്കുന്നായാൽ മതി. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം കലമ്പൂരണോ, തേങ്ങ എണ്ണയിൽ തന്നെ കലമ്പൂരുന്നെങ്കിൽ നല്ലത്. അത് കലമ്പൂര് നല്ല അറിയുന്നുണ്ടല്ലേ. ഓയിൽ, കടുക്, കറിവേപ്പിട്ട് കലമ്പൂര എന്നിട്ട് ഈ ബാറ്ററിലേക്ക് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ആ കലമ്പൂരി നല്ല പാങ്ങല് മിക്സാക്കി കൊടുക്കുക. എല്ലായിടത്തും എത്തും പോലെ
എന്നിട്ട് ഇതിനെ പുതുക്കണം. നമ്മൾ പുതുക്കുന്നതല്ല ചെല്ലുന്നത്, ഒതുക്കൽ എന്നല്ല ചെല്ലും ഒരാൾ. പുതുക്കിയിട്ട് എടുത്തതിന് ശേഷം ഇല്ലേ ഇതിനെ ബോൾസ് ആക്കിയിട്ട് അപ്പച്ചട്ടിയിൽ വെച്ചാൽ മതി. ബോൾസ് ആക്കുമ്പോൾ അങ്ങനെ നല്ല ഉറപ്പിലാക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു ബോൾസിൻ്റെ ഒരു ഷേപ്പ് വന്നാൽ മതി, ലൂസിലെ പോലെ. അപ്പോൾ അതായിട്ടില്ലേ അപ്പച്ചട്ടിയിൽ വെക്കുക, ആവി കയറ്റുക, ആവിയെല്ലാം പോയതിന് ശേഷം എടുക്കുക, ചൂടോടെ കഴിക്കുക. ഈ ഒകറിനോണ്ടില്ലേ നമ്മളെ കുന്താപ്പുറത്താളമയാണ് അധികം ഫസ്റ്റ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. അങ്ങനെല്ലാം മണ്ടച്ചിലിക്കൊണ്ട് എനിക്കറിയില്ല. ഞാൻ മംഗലമായിട്ട് വരുമ്പോൾ കന്നഡ ഇത് ഫേമസ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കില്ല, ഞാൻ എന്തെങ്കിലും വിരുന്നെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെങ്കിൽ നല്ല ഇതുണ്ടാവും. അതിന് ഒരു അധികം കാണാത്ത സംഭവമല്ലേ. അങ്ങനെ 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 ഇപ്പം ഏകദേശം ടൈം രാവിലെ. ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ വേണ്ടി ഞാനൊന്ന് ഇതാക്കിയിട്ട് കാണിച്ചു തരാം. അതിങ്ങനെ സോഫ്റ്റ് നല്ല തരിപ്പായിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി, മീനിൻ്റെ ചാറെല്ലാം കൂട്ടിയിട്ടില്ലേ, ഇതിൻ്റെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് റിവ്യൂ പറയണവേ. അങ്ങനത്തെ എല്ലാ കഥ. അപ്പോൾ നിങ്ങളില്ലേ എല്ലാ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ നോക്കിയെങ്കിൽ മാത്രം പോരാ, നോക്കണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. കമൻറ്റ് ഇട്ടിട്ട് നിറച്ചിടുന്നു ഞാൻ കമൻറ്റിൽ നിറച്ചായിട്ടെല്ലാം കാണുമ്പോൾ ഒരു പാങ്ങല്ലേ അങ്ങനെ. അപ്പോൾ അതിന് ശേഷം ഇത് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ തോന്നുന്നു. രാത്രി നമ്മൾ ചപ്പാത്തിയും ഇത് ഓർഡറൊന്നുമില്ല, നമുക്ക് തന്നെ പെരക്കാക്കിയത് ചപ്പാത്തി ചുട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെജ് കുറുമ ഉണ്ടാക്കുന്നത്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വെജീസും എടുത്തിട്ടുണ്ട്. ഫ്ലവർ, പിന്നെ പൊട്ടാറ്റോ, ക്യാരറ്റ്, പിന്നെ ബ്രിഞ്ചൽ, പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലാക്കിയിട്ട് എടുത്തു. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ, പിന്നെ കടുക്, വെളുത്തുള്ളി, കറിവേപ്പ്, മുളക് എല്ലാം ഇട്ടിട്ടായിട്ട് ഈ വെജില്ല അത് ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ്. നല്ല ചോദിക്കുന്നുണ്ട് ചിക്കൻ മസാല ഇട്ടതാ തെറ്റിയതല്ല, ചിക്കൻ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ എല്ലാം. അങ്ങനെ അത് കൂട്ടിയിട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിന്, ഒരു നുള്ള് ഉലുവ ജീരകപ്പൊടി അത് കൂട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലി കൂട്ടിയിട്ട് ഞാനിപ്പോൾ തേങ്ങാനെ അങ്ങനെ ഇച്ചിരി കൂട്ടിന്, അല്ലെങ്കിൽ പാൽ വേണമെങ്കിൽ എടുക്കാം, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം, എന്ത് വേണമെങ്കിൽ കേട്ടോ, എങ്ങനെ ഇട്ടെങ്കിലും ടേസ്റ്റ് തന്നെയാണെന്ന് അറിയാം. അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടോടെ ചപ്പാത്തിയും വെജ് കുറുമയും കഴിക്കാനും മാഷാ അല്ലാഹ് എന്തോ ഒരു ടേസ്റ്റ്. നമ്മളെ ഉപ്പാക്കല്ല ഇങ്ങനത്തെ കറി ഇഷ്ടം, നമ്മൾ ഉപ്പാക്കല്ല അധികം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇങ്ങനത്തെ കറിയാക്കുമ്പോൾ നമ്മളെ ഉപ്പാനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഉപ്പാൻ്റെ ആഹാരം വിളിച്ചാക്കി കൊടുക്കട്ടെ. അങ്ങനെ ചൂടോടെ നമ്മൾ കഴിച്ചിട്ട് ഉറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ്, ഷെയർ ആക്കിയിട്ടും കൊടുക്കണം വീഡിയോ എല്ലാവർക്കും. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.